മരുഭൂമിയിലെ മണൽത്തരികൾക്കിടയിലൂടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പുറകിലേക്ക് ഒരു യാത്ര പോയാലോ? മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ള നിർമ്മാണ വൈഭവം കൊണ്ട് ഇന്നും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ. മനുഷ്യൻ കാലത്ത് ഭയപ്പെടുന്നു, എന്നാൽ കാലം പിരമിഡുകളെ ഭയപ്പെടുന്നു എന്നൊരു പഴഞ്ചൊല്ല് ഈജിപ്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാങ്കേതിക വിദ്യ ഇത്രയധികം വളർന്ന ഈ കാലത്തും ഈ മരുഭൂമി അത്ഭുതം നമ്മെ അതിശയിപ്പിക്കുന്നതെന്നറിയാമോ? ഏതാണ്ട് 4500-ലധികം വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഈജിപ്തിലെ ഫറോവമാരുടെ മരണാനന്തര ജീവിതത്തിനായാണ് ഈ ഭീമാകാരമായ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ആണ്. ഏകദേശം 23 ലക്ഷത്തോളം ഭീമൻ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് പടുത്തുയർത്തിയത്. ഓരോ കല്ലിനും ശരാശരി 2.5 ടൺ മുതൽ 15 ടൺ വരെ ഭാരമുണ്ട്. ആധുനിക ക്രെയിനുകളോ യന്ത്രങ്ങളോ ഇല്ലാത്ത ആ കാലത്ത് ഇത്രയും ഭാരമുള്ള കല്ലുകൾ എങ്ങനെ അത്രയും ഉയരത്തിൽ കൃത്യമായി അടുക്കി വച്ചു എന്ന് ഇന്നും വലിയൊരു നിഗൂഢതയാണ്. മറ്റൊരു അത്ഭുതം ഇവയുടെ സ്ഥാനനിർണയമാണ്. കോമ്പസോ മറ്റു ഉപകരണങ്ങളോ ഇല്ലാതിരുന്നിട്ടും ദിശകൾ കൃത്യമായി അളന്ന് ട്രൂ നോർത്ത് ദിശയിലേക്ക് കൃത്യതയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പുറത്ത് മരുഭൂമിയിൽ കടുത്ത ചൂടുള്ളപ്പോഴും പിരമിഡിനുള്ളിലെ താപനില എപ്പോഴും 20 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ തുടരുന്നു എന്നതും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഫറോവമാരുടെ ഭൗതിക ശരീരം മമ്മികളാക്കി മാറ്റിയ ശേഷം അവരുടെ അളവറ്റ സ്വർണവും രത്നങ്ങളും വിലപിടിപ്പുള്ള രാജകീയ വസ്തുക്കളും പിരമിഡിനുള്ളിലെ രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരുന്നു. മരണശേഷവും തങ്ങളുടെ രാജാവ് സുഖമായി ജീവിക്കുമെന്ന അവരുടെ ദൃഢമായ വിശ്വാസമാണ് ഈ അത്ഭുത നിർമ്മിതികൾക്ക് പിന്നിൽ. ആയിരക്കണക്കിന് വർഷങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളെയും യുദ്ധങ്ങളെയും അതിജീവിച്ച് ഇന്നും മരുഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന പിരമിഡുകൾ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അതിശയിപ്പിക്കുന്ന പ്രതീകമാണ്.